ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ആലപ്പുഴ ബീച്ചിൽ വന്നിരിക്കുകയാണ്. ആലപ്പുഴ ബീച്ചിൽ വന്നിരിക്കുന്നത് നമ്മുടെ മറൈൻ വേൾഡിൻ്റെ അക്രലിക് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം കാണാൻ വേണ്ടിയാണ്. കണ്ടൊരുമാനം ജനങ്ങളാണ് കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ വന്നപ്പോൾ ഏകദേശം ഒരു 4:30 കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അപ്പം തന്നെ ഒരു 4 ക്യൂവിലായിട്ട് ടിക്കറ്റ് എടുക്കാൻ. ടിക്കറ്റ് അധികം നമുക്ക് താമസം വന്നില്ല. അപ്പോൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഫാമിലീനെ ഞാൻ ക്യൂവിൽ നിർത്തി. ഏകദേശം പറഞ്ഞ ഒരു മണിക്കൂർ മേലെ, ഒരു 1.5 മണിക്കൂർ ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഒരു 1.5 മണിക്കൂർ ശേഷം നമ്മളൊരു 6:30 കഴിഞ്ഞിട്ടുണ്ടാവും എൻട്രൻസിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോണ്. അപ്പോൾ എൻട്രൻസ് നല്ലൊരു രസമുണ്ട് കാണാൻ തന്നെ. നല്ലൊരു ഫിഷിൻ്റെ ഒരു നീലത്തിമിംഗലത്തിൻ്റെയൊക്കെ വാ തുറന്നു വെച്ചിരിക്കുന്ന പ്രതീതിയാണ് കണ്ടോ. അപ്പോൾ സൈഡിൽ പല്ലുകളൊക്കെ നല്ല എൻട്രൻസ് തന്നെ നല്ലൊരു ലുക്കാണ്. നല്ല ലൈറ്റിലൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇതിൽ പ്രവേശിക്കുമ്പോൾ തന്നെ കുറേ ഹിസ്റ്റോറിക് റീഡിങ്സ് ഒക്കെ ഉണ്ട്. അതിന് ശേഷം നമ്മൾ പിന്നെ കയറുമ്പോൾ ഈ മൃഗങ്ങളുടെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒറിജിനൽ സൗണ്ടാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അത് വളരെ രസമാണ്. ഞാൻ ഇപ്പോൾ സൗണ്ട് മറ്റേ ഇതായതുകൊണ്ട് ഞാൻ വെക്കാൻ, ഒരുപാട് ബഹളമൊക്കെ കാരണം ഞാൻ സൗണ്ട് കളഞ്ഞാണ്. നല്ല കറക്റ്റ് സൗണ്ടാണ്, മാച്ചിങ് സൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ മൃഗങ്ങളുടെയും മാച്ചിങ് സൗണ്ടാണ് കൊടുത്തത്. അത് പിള്ളേർക്കൊക്കെ നല്ല രസമുള്ള ഒരു സംഭവമാണ്. ഇവിടെ തൊട്ടാണ് അക്വേറിയം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പോയ ടൈം എന്ന് പറഞ്ഞാൽ ഡിസംബറിലാണ്. ഡിസംബറിൽ അത്യാവശ്യം നല്ല തിരക്കുള്ള സമയമായിരുന്നു. ഭയങ്കര റഷുള്ള സമയത്താണ് നമ്മൾ പോയത്. വീഡിയോ ഇടച്ചിട്ട് താമസിച്ചാണ്. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടതും കാണാത്തതായിട്ടുള്ള ഒരുപാട് മത്സ്യങ്ങളാണ്. ആദ്യമേ നമുക്ക് ചെറു മത്സ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇത്രയും തിരക്ക് കാരണം അവിടുത്തെ വോളണ്ടിയേഴ്സുകാർ നമ്മളെ വളരെ സ്പീഡിൽ പുഷ് ചെയ്ത് പോകാൻ പറയാണ്. എന്നാലേ അവർ പറയുന്നതും കാര്യമുണ്ട്, എന്നാലേ അടുത്തടുത്തുള്ളവർക്ക് കാണാൻ പറ്റുള്ളൂ. ഉള്ള സ്പീഡിൽ തിരക്ക് കൂടിയാലും ഭയങ്കര അപകടങ്ങൾക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അടുത്തടുത്ത് സ്കൂബ ഡൈവിങ്ങിൻ്റെ കുറച്ച് പിള്ളേരുകളുടെ അവരുടെ ആക്ടിവിറ്റീസാണ്. മാറി അവരെ ട്രെയിൻ ചെയ്ത് മാറി ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് അവരെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാം. നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ പിന്നീട് വരുമ്പോൾ ഇതുപോലത്തെ വളരെ ചെറിയ കുഞ്ഞു മത്സ്യങ്ങളുണ്ട്. നല്ല കളർഫുൾ മത്സ്യങ്ങളാണ്. അതൊന്നും കാണാൻ നല്ല രസമാണ്. പിന്നെ അടുത്തടുത്ത് ഇതേ സംഭവങ്ങൾ തന്നെയാണ്. ഇങ്ങനെ ഒരുപാട് ഇതേ സംഭവങ്ങളൊന്നുമില്ല. എല്ലാവർക്കും കണ്ണിന് കുളിർമയേകുന്നൊരു കാഴ്ച തന്നെയാണ് അടുത്തടുത്ത് കാണാൻ സാധിക്കുന്നത്. പറത്തി നോക്കേ. ഹായ്, ഗ്യാരണ്ടി. ഒരു മോടത്തേക്ക്
കണ്ടാ ഈ കാണുന്ന മീനാണ് അലിഗേറ്റർ. ഏറ്റവും വലിയ മീൻ ഇവരുടെ കയ്യിൽ നിന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ആമസോൺ കാടുകളിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് അരാപ്പൈമ. ഏറ്റവും വലിയ ഒരു ശുദ്ധജല മത്സ്യവും കൂടിയാണ് അരാപ്പൈമ.